ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഉദ്ഗ്രഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജാനിയുടെ കഥ പഠിച്ചതാണല്ലേ. ജാനി ആകാശത്തേക്ക് പോയപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ആകാശത്ത് കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് മക്കളെ? അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ആകാശത്ത് കണ്ട ഊഞ്ഞാലാടി ആകാശത്തെത്തിയപ്പോൾ എന്തൊക്കെയാണ് അവൾ കണ്ടു? നക്ഷത്രം, ചന്ദ്രൻ, സൂര്യൻ, മേഘം, മഴവില്ല് അല്ലേ? ജാനി ആകാശത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. നക്ഷത്രം, ചന്ദ്രൻ, സൂര്യൻ, മേഘം, മഴവില്ല് അല്ലേ? അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണേ. അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഓരോന്നും എഴുതി നിങ്ങൾ പഠിക്കണം. നക്ഷത്രം എന്ന് എഴുതി പഠിക്കണം, ചന്ദ്രൻ എന്ന് എഴുതി പഠിക്കണം, സൂര്യൻ എന്ന് എഴുതി പഠിക്കണം, മേഘം എന്ന് എഴുതി പഠിക്കണം, മഴവില്ല് എന്നും എഴുതി പഠിക്കണം. നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷരത്തെറ്റില്ലാതെ ഇതിൻ്റെ ഉത്തരം പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൽ എഴുതാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോകണം. ഈ ചോദ്യമൊക്കെ എന്തായാലും നിങ്ങളെ പരീക്ഷ പേപ്പറിൽ വരും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വരച്ച് ചേർക്കാമാണ് അല്ലേ. ഇവിടെ കുറേ ജീവികളും അവരുടെ കൂടുകളും തന്നിട്ടുണ്ട് അല്ലേ. അത് ഓർഡർ അല്ല. അപ്പോൾ ഫസ്റ്റ് കുഴിയാനയാണ്. കുഴിയാന എവിടെയാണ് ജീവിക്കുന്നത്? മണ്ണിലാണല്ലേ. അപ്പോൾ ലാസ്റ്റ് പിക്ചറാണ്. അപ്പോൾ കുഴിയാനയിൽ നിന്നും ലാസ്റ്റിലേക്ക് ലൈൻ വരക്കണം. രണ്ടാമത് എന്താണ്? എട്ടുകാലിയാണ്. എട്ടുകാലി എവിടെയാണ് ജീവിക്കുന്നത്? ഇതാണ് നെറ്റ് അല്ലേ, വലയിലാണ്. അപ്പോൾ അങ്ങോട്ടും വരച്ചു. കുരുവി അല്ലേ, ചെറിയ കുരുവി എവിടെയാണ്? കുരുവിയുടെ കൂടിലാണ്. അപ്പോൾ അത് വരച്ചു. മരംകൊത്തി എവിടെയാണ്? മരത്തിൽ വരച്ചു. പിന്നെയോ തേനീച്ചയാണ് അല്ലേ. തേനീച്ച എവിടെയാണ്? തേനീച്ചേൻ്റെ കൂടാണ് അല്ലേ, അതും വരച്ചു. അപ്പം ഇങ്ങനെയുള്ള കൂടുകളൊക്കെ മനസ്സിലാക്കി വെച്ച് പോവുക. ഇവർ ജീവിക്കുന്നത് എവിടെയാണെന്നും മനസ്സിലാക്കി വെച്ച് പോവുക. അടുത്തത് എന്താണ്? നമ്മൾ ജാനിയുടെ സ്റ്റോറിയിലേക്ക് വീണ്ടും വരികയാണ്. ജാനിയുടെ കൂട്ടുകാരാരൊക്കെയാണ്? ജാനിയുടെ റൂമിൽ മുറിയിൽ നക്ഷത്രങ്ങൾ എത്തി അല്ലേ. നക്ഷത്രങ്ങൾ കാണാൻ വന്ന കൂട്ടുകാരാരൊക്കെയാണ്? നിങ്ങൾ പിക്ചറിൽ കണ്ടില്ലേ? ആരൊക്കെയാണ് ജാനിയുടെ കൂട്ടുകാർ? ഉറുമ്പ്, കാക്ക, കോഴി, പൂച്ച, നായ, ഇവരൊക്കെയാണ് ജാനിയുടെ കൂട്ടുകാരല്ലേ. ആ പാഠം നന്നായിട്ട് പഠിച്ചു പോവണേ. കൂട്ടുകാരാരൊക്കെയാണെന്ന് അവരുടെ പേരൊക്കെ എഴുതി പഠിച്ച് അക്ഷരത്തെറ്റില്ലാതെ പഠിച്ചു പോകണം. ഇനി അടുത്തത് പകൽ സമയത്ത് ആകാശത്തിൽ നമ്മൾ എന്തെല്ലാം കാണും? ജാനി എന്തെല്ലാം കണ്ടു? തെളിഞ്ഞ ആകാശാവൂലേ പകലിലെ. അപ്പോൾ ആകാശത്ത് എന്തെല്ലാം കാണും? മേഘം കാണും അല്ലേ. മേഘം. പിന്നെന്താണ് ആകാശത്ത് കാണുക? പകൽ നേരത്ത് സൂര്യനെ കാണും അല്ലേ. സൂര്യൻ എന്നെഴുതി. പിന്നെ ആരെ കാണും? മഴവില്ല് അല്ലേ. മഴവില്ലും നമുക്ക് ആകാശത്ത് കാണാൻ കഴിയും പകൽ സമയത്ത്. അപ്പം മഴവില്ല് എന്നും എഴുതി അല്ലേ. അപ്പോൾ തെളിഞ്ഞ ആകാശമായിരിക്കും പകൽ നേരത്ത്. മേഘത്തിനെ കാണാം, സൂര്യനെ കാണാം, മഴവില്ലിനെ കാണാം. ഇനി രാത്രിയിലെ ആകാശത്തിലോ? രാത്രിയിലെ ആകാശത്തിലെ ചന്ദ്രന് വരും, നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ ഇരുണ്ട ആകാശമായിരിക്കും അല്ലേ രാത്രിയിലെ. അപ്പോൾ ഇതെല്ലാം എഴുതി പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലുള്ള ഇമ്പോർട്ടൻസ് ചോദ്യങ്ങൾ. ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അക്ഷരത്തെറ്റില്ലാതെ ഓരോ ആൻസറും എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.